പൊതുവെ മീഡിയാസിനൊന്നും അഭിമുഖം കൊടുക്കാറില്ല. പരമാവധി ആഘോഷങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന കൂട്ടത്തിലോ. എത്രയോ ആളുകൾ എന്റെ പാട്ട് കേട്ടിട്ടുണ്ട്. മുഖം ഒന്ന് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട്. സത്യമല്ലേ മാഡം? മീഡിയാസിൽ നിന്നും ഇത്രയധികം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരാളെ വേറെ കാണാൻ പറ്റില്ല. എനിവേ, നമ്മളിപ്പോ അത് ബ്രേക്ക് ചെയ്യുന്നു. ശ്യാമ മാഡത്തിനെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ശ്യാമ മാഡത്തിനെ കാണുന്നു. എന്താണ് ശ്യാമ മാഡം? എങ്ങനെയാണ് ശ്യാമ മാഡം? ശ്യാമ മാഡത്തിന്റെ സ്വര സാന്നിധ്യം മലയാളികൾക്കിടയിൽ ഒരു ശീലമായി മാറിയത് എങ്ങനെയാണ്? അതിനുത്തരമാണ് ശ്യാമ മാഡത്തിന്റെ ഈ തുറന്നു പറച്ചിൽ. എന്റെ അച്ഛനൊരു പാവപ്പെട്ട പൂജാരിയായിരുന്നു. ഒരു സാധുവായിരുന്നു. ഒരു മഴയുള്ള കറുത്ത രാത്രിയിലാ ഞാൻ ജനിച്ചത്. ദേവയ്ക്ക് പ്രസവവേദനയാണെന്നാ തോന്നുന്നേ. അതെ, വൈറ്റേറ്റി വിളിച്ചിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. കാര്യം പന്തിയല്ലെന്നാ തോന്നുന്നേ. ഞാനൊന്ന് നോക്കട്ടെ. ശരി. അമ്മ വേദനയോണ്ട് വീട്ടിൽ കിടന്ന് കരയുക. എന്താ വാസുദേവ? ദേവയ്ക്ക് പ്രസവേദന തുടങ്ങി. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. എന്റെ കൃഷ്ണ, കൃഷ്ണൻ ജനിച്ച അഷ്ടമരോഹിണിയിൽ തന്നെ തനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഭാഗ്യമാ. വാസുദേവ, ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാ നിങ്ങളുടെ കുടുംബം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. വാസുദേവ, ഇത് പിടിക്കുക. ഇത് കൃഷ്ണ ഭഗവാൻ അർപ്പിച്ച തുളസി തീർത്ഥ. സുഖപ്രസവത്തിന് വേണ്ടി ഈ തീർത്ഥം ദേവയ്ക്ക് കൊടുക്കുക. അതെ, ഇതെന്റെ കയ്യിൽ നിൽക്കൂല. വേദന തുടങ്ങിയിട്ട് പ്രസവിക്കേണ്ട നേരം കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയിരിക്കുന്ന പ്രശ്നമാകും. ദേവനെ പ്രസവിച്ചു. പെൺകുഞ്ഞ. എന്റെ കൃഷ്ണ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എടാ മോനെ, നിനക്കൊരു അനിയത്തിക്കുട്ടി ഉണ്ടായെന്ന്. നമുക്ക് പോയി കാണാം. ആ ബാ വാസുവേ, ആ കുഞ്ഞ് നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല. എന്താ ചേച്ചി പറഞ്ഞേ? കുഞ്ഞിനനക്കില്ല. എന്റെ കൃഷ്ണ, തെറ്റ് ചെയ്തിട്ട എന്റെ കൃഷ്ണ. ഞങ്ങളുടെ സന്തോഷത്തെ നീ തകർത്ത് കളഞ്ഞത്. നിനക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഞങ്ങളോട് എന്തിനു ചതി ചെയ്തു? എനിക്ക് ജീവനുള്ള അനിയത്തിയെ തന്നെ കണ്ണനോട് പറയാ. എന്റെ കൃഷ്ണ, ഞങ്ങൾ നിന്നോട് കാണിക്കുന്ന ഭക്തി സ്നേഹവും സത്യമാണെങ്കിൽ എന്റെ മോടെ ജീവൻ തിരിച്ചതായി എന്റെ കൃഷ്ണ.
കുഞ്ഞുവാവ. അച്ഛന്റെ വാവേ മുത്തേ. മരണം തൊട്ട് തലോടിയിട്ട് വെറുതെ വിട്ടതാ എന്നെ. അതൊരു പക്ഷേ ഇവിടം വരെ നീണ്ടൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. കുഞ്ഞുനാള് മുതലേ ഞാൻ പാടുമായിരുന്നു. ഇങ്ങോട്ട് വാടി.